ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട 3 സ്പോട്ടുകൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് വയലപ്ര പാർക്കിലേക്കാണ്. അപ്പോൾ വയലപ്ര പാർക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാം. അതിൽ നിന്ന് നേരെ നമ്മൾ മാടായിപ്പാറ വഴി, അപ്പോൾ മാടായിപ്പാറ ഇപ്പം മഴയത്തൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ മാടായിപ്പാറ വഴി നമ്മൾ നേരെ പെറ്റ് സ്റ്റേഷൻ, അതായത് മാട്ടൂരുള്ള പെറ്റ് സ്റ്റേഷൻ, അവിടെയുള്ള കുറച്ച് ബീച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. Don't push back. Oh. Don't push back. Oh. Don't push back. Oh. Don't push back. Don't push back. Oh. Don't push back. Oh. Don't push back. Don't push back. Conscience under അങ്ങനെ നമ്മൾ വയലപ്ര പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇതാ ഇവിടെ എൻട്രി ഫീസ് 30 രൂപയുണ്ട്. ഒരാൾക്ക് 30 രൂപ കൊടുത്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഇവിടുന്ന് നമ്മൾ നേരെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പോൾ ഉള്ളിൽ നിരവധിയായ ഷോപ്പുകൾ, അതുപോലെ തന്നെ ബോട്ടിങ്ങുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടൂറിസം പാർക്ക് എന്ന രൂപത്തിൽ. DTPC കണ്ണൂരിൻ്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ, ഫസ്റ്റ് തന്നെ കയറുന്ന സമയത്ത് തന്നെ കളിക്കാൻ വേണ്ടി സ്ഥലങ്ങളുണ്ട്. പിന്നീട് അവിടെ എന്ന് വെച്ചാൽ ഇതേപോലെയുള്ള കെട്ടി നിർമ്മിച്ചായിരുന്നു നമ്മുടെ ഈ കായലിൻ്റെ നടുക്ക് ഇതേപോലെ തന്നെ കെട്ടി
തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ മരത്തിൻ്റെ പലകൾ അടുപ്പിച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ടാണ് ഉള്ളത്. അതിലൂടെ വേണം നമുക്ക് നടക്കാൻ. ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല. വമ്പൻ അടിപൊളി വ്യൂ ആണ്. നല്ല നല്ല ബോട്ടുകൾ കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഈ ബോട്ടുകൾ എന്ന് വെച്ചാൽ ഇത് പാർട്ടി ഹാള് കാര്യങ്ങളൊക്കെയാണ്. അവിടെ പാർട്ടി നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ പറ്റും. പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ഇപ്പോൾ നമ്മളെ ഷോപ്പുകളിൽ നിന്ന് ചായ കുടിക്കാം. അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാവിധ കാര്യങ്ങളും ഉണ്ട്. നല്ല ഗെയിം സെൻറ്റർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ ബോട്ടിംഗ് ഉണ്ട്. നല്ല രീതിയിലുള്ള ബോട്ടിംഗ് സർവീസുകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ലഭ്യമാണ്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ആളുകൾക്ക് വരുന്നവർക്ക് നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് വയലപ്ര പാർക്ക്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ മാടായി പാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം മാടായി പാറയ്ക്ക് ഇപ്പോൾ മഴ കാരണമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആളുകളുണ്ട്. മഴയ്ക്ക് ഇവിടെ മാടായിപ്പാറയിൽ വന്നിരിക്കാനും കോട്ടൊക്കെ ഇട്ടിട്ട് മഴ ആസ്വദിക്കാനൊക്കെ നിരവധി പേര് ഇവിടെ മാടായിപ്പാറയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്തരം നിരവധി പേരെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് സൈഡിൽ ഈ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇവിടെ ഈ മാടായിപ്പാറ ആസ്വദിക്കുന്ന കുറേ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചായ കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്പോട്ടുകളുണ്ട്. അവിടെ നിന്ന് ചായയെല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വൈബാണ്. ഈ വൈകുന്നേരം വന്നിട്ട് ഇവിടെ മാടായിപ്പാറയ്ക്ക് വന്നിരിക്കുന്ന ആളുകളുണ്ട്. സ്ഥിരമായിട്ട് തന്നെ മാടായിപ്പാറയിൽ വന്നിട്ട് ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന നിരവധി പേരുണ്ട്. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഈ ഒരു മാടായിപ്പാറയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ മാടായിപ്പാറയുടെ ഭംഗിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അപ്പം വല്ലാത്തൊരു ഭംഗി തന്നെയാണ് മാടായിപ്പാറയ്ക്ക്. എന്നും
നമ്മൾ ഏത് സമയത്തും വരുന്ന സമയത്തും മാടായിപ്പാട എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇവിടെ വണ്ടി നിർത്തിയിട്ട് ആ പാടയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് മാട്ടൂരുള്ള പെറ്റ് സ്റ്റേഷൻ്റെ നേരെ മുമ്പിലാണ്. അപ്പം പെറ്റ് സ്റ്റേഷന് നേരെ മുമ്പിൽ ബീച്ചാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ബീച്ചാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വരുന്ന സമയത്ത് തന്നെ അത്യാവശ്യം മഴക്കാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബീച്ച് സാധാരണ സമയത്തേക്കാൾ വളരെ ഭംഗിയായിട്ടാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഒരു സൈഡിൽ ഫുള്ള് മഴക്കാടായിരുന്നു. ആ മഴക്കാടായതുകൊണ്ട് തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായാലും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായാലും നല്ലൊരു ലൈറ്റ് ആ ഒരു സൈഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ബീച്ചിൽ ഇതേപോലെ തന്നെ നല്ല ശക്തമായിട്ട് തന്നെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എട്ടിക്കുളം ബീച്ചിൽ പോയ അതേ നമ്മളിതാ ഞാൻ നേരത്തെ പറഞ്ഞ മഴക്കാട് ആ സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബീച്ച് എന്ന് പറയുന്നത് ഈ മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ഈ ഒരു ബീച്ച് അത്യാവശ്യം നല്ല ഒരു ആളുകൾക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബീച്ച് തന്നെയാണിത്.
നമ്മൾ നല്ലൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ സ്പോട്ടൊന്ന് നോക്കി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ചായ സ്പോട്ട് ഈ ഒരു സൈഡിൽ വലത്ത് ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആടത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിരവധിയായ ചായ സ്പോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്തായിട്ടാണ് ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ചായ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തെല്ലോ എഴുതി വെച്ചിട്ടുണ്ട്. ബീഫ് പത്തൽ, പഴംപൊരി പഴംപൊരി ബീഫ് പത്തൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ കയറിയ സമയത്ത് തന്നെ പഴംപൊരി ലൈവായിട്ട് ഇവിടെ ചുട്ട് വെക്കുന്നുണ്ട്. പഴംപൊരി ഉണ്ട്, അതേപോലെ തന്നെ മുളക് ബജിയുണ്ട്, അതേപോലെ തന്നെ പത്തലുണ്ട്, നല്ല ചൂട് ചായ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഇനി ചായയും കടിയെല്ലാം ഒന്ന് ഓർഡർ ചെയ്തിട്ട് നല്ല ചൂട് ചായ കുടിച്ചിട്ട് നല്ല നമ്മുടെ ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി വീണ്ടും പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ചായ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കോളിഫ്ലവർ പൊരിച്ചത് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ പാനിപൂരി ഉണ്ട്. അപ്പം സ്പെഷ്യലായില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കടിയും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, ക്രിസ്പിയാണ്, അത്യാവശ്യം കുഴപ്പമില്ല. നല്ല ചായ കടികളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്.